Hello everyone, we are the students of Sahyadaya Institute of Management Studies here at .com digital marketing firm Thrissur, conducting an interview regarding the organizational behavior concepts and theory. The theme of our interview is organizational culture and inclusivity. The interview is an interaction session between an industry expert and MBA students. For that, we have a resource person, Mr. Arun Babu, the Chief Growth Officer of .com digital marketing firm Thrissur. Sir, welcome. Sir, why do you think inclusivity matters in business growth? ഇൻക്ലൂസിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ബിക്കോസ് നമ്മളൊരു ബിസിനസ്സിൽ ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത എൻ്റെ സാമ്രാജ്യമാണ്. ഇപ്പോൾ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്, ഒറ്റയ്ക്ക് നേടി, ഞാൻ എൻ്റെ ഒറ്റ കഷ്ടപ്പാടാണ് ഇന്നീ കാണുന്ന ബ്രാൻഡ് ഇവിടെ വരെ എത്തിയെന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. പക്ഷേ ടീം വർക്ക് എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഒരു ഐഡിയ അത് വേറൊരു ഇതായിരിക്കും, മറ്റൊരാൾ എൻ്റെ കൂടെയുള്ള ഒരു ടീംമേറ്റ് പറയുകയാണ് നമുക്കതിനേക്കാൾ ബെറ്റർ ഈ ഒരു സംഭവം ഇല്ലേ, ഇതൊന്ന് നോക്കിക്കൂടെ എന്ന് നോക്കി നമ്മൾ ചിലപ്പോൾ വർക്കൗട്ട് ആവുന്നത് രണ്ടാമത്തതായിരിക്കും. സോ നമ്മളെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ആശയം അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. സോ എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആൻസർ. Sir, can you give an example of how diverse perspectives helped in decision making? ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ എൻ്റെ അണ്ടറിൽ ടീമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, പക്ഷേ ഞാൻ പുതിയതായിട്ടൊരു 5 പേരെ ഹയർ ചെയ്തു. ഓക്കെ, എൻ്റെ കൂടെ 2 year ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട്. എക്സ്പീരിയൻസ് വൈസ് ഇയാൾക്ക് നല്ല നോളജ് ഉണ്ട്, ഇവർ ഈ 5 പേര് കാണാത്ത പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവരിപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. ഓക്കെ, അവർ ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇയാളുടെ ആ ഒരു തോട്ടായിരിക്കില്ല ഈ 5 പേരിൽ ഒരാൾക്കുണ്ടാവുക. അപ്പോൾ നമ്മളൊരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ആൾക്കാരെല്ലാവരും നമ്മൾ ഒരുപോലെ കണ്ട് അവരുടെ എന്താണോ അവരുടെ ഒരു ആശയം, അതിന് നമ്മൾ ഒരുമിച്ച് ഒരുപോലെ തന്നെ വാല്യൂ ചെയ്യണമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരാളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി, ടെക്നിക്കലി എനിക്ക് പറഞ്ഞു കൊടുക്കാം, ടെക്നിക്കൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ കാര്യം അവൻ പഠിച്ചത് ഞാൻ പഠിച്ചതെന്ന് തന്നെയാണ്. ചിലപ്പം ഷോർട്ട് കട്ട്സൊക്കെ എനിക്കറിയാം, അവനറിയാൻ പറ്റില്ല. പക്ഷേ ഒരാളുടെ ആ ഒരു എന്താ പറയുക, അയാളുടെ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പം ഞാൻ നേരെ പോയിട്ട് ഒരു പോസ്റ്റർ, എടാ ഇത് മതി, ഇതിൽ നമുക്ക് ലീഡ് കിട്ടും, അവൻ വേറൊരു പോസ്റ്റർ കിട്ടും. പക്ഷെ ചിലപ്പം കൂടുതൽ ലീഡ് കിട്ടുന്നുണ്ടാവുക രണ്ടാമത്തായിരിക്കും. സോ അവിടെ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ സ്കില്ലിലാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ. What are the steps that you take to build an inclusive team? And what advice would you give to a future leader about creating an inclusive culture in an organization? ആക്ച്വലി ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ടാസ്ക്കാണ്. നമുക്കിപ്പോൾ ക്ലയൻറ്റിനെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് പോയാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലയൻറ്റിനെ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അതിനൊരു ഇപ്പം ഞാനൊരു CGO നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വർക്കും ചെയ്യണം, എൻ്റെ ടീമിനെ ഞാൻ മാനേജ് ചെയ്യണം. അപ്പോൾ എനിക്കെൻ്റെ വർക്കിലോട്ട് കുറച്ച് കഴിയുമ്പോൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ എൻ്റെ പൊസിഷനിലേക്ക് എൻ്റെ ടീം കേപ്പബിളായി വരണം, മനസ്സിലായി. അപ്പം ഞാനില്ലെങ്കിൽ പോലും ഡിസിഷൻ കാര്യങ്ങൾ അവരെടുക്കാവുന്ന രീതിയിൽ ഞാനാക്കണം. അവിടെ നമ്മൾ ഈഗോ കാണിച്ചിട്ട് ഞാൻ മാത്രം മതി, അവരവിടെ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം. നമുക്കൊരിക്കലും ഒരു ഗ്രോത്ത്, നമ്മുടെ കമ്പനിക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ടീമിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ അത് അവരവിടെ ചെയ്തു. സോ ഞാൻ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീം ബിൽഡിങ്ങാണ്. പിന്നെ ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു വിഷൻ ഉണ്ടാവും, എൻ്റെ കമ്പനി നെക്സ്റ്റ് ഇയർ ഇന്നടുത്തെത്തണം, ഇത്ര ഗ്രോത്ത് വേണം, ഇത്ര പ്രോഫിറ്റ് എനിക്ക് വേണം. അത് എൻ്റെ ടീമിലേക്കും കൂടെ എനിക്ക് എത്തിക്കാൻ പറ്റിയാൽ ഞാനവിടെ സക്സസ് ആയി. ഓക്കെ, അവിടെ നിന്നാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന പല കമ്പനീസ് ആയാലും അവിടെ ഒരു കോർ ടീമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് പബ്ലിഷ് ചെയ്ത്, ഇപ്പോൾ ലിങ്ക്ഡിനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് മാക്സിമം നമുക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കാം. സെൽഫ് ഗ്രോത്ത് എന്നുള്ള സംഭവം ഒരു സൈഡ് വഴി നടക്കും. പക്ഷേ ഒരു കമ്പനിയിലെത്തുക, ഇപ്പോൾ ഒരു ബ്രാൻഡായ സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഓടിക്കുന്നത്, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാം. ഈ പറഞ്ഞ ലിങ്ക്ഡിനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കയറാം. പക്ഷേ
നമ്മൾ നിൽക്കുന്ന സ്ഥലം ബ്രാൻഡാക്കി എടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ്. സോ നമ്മൾ ആദ്യം നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യുക, ദെൻ ബ്രാൻഡിങ്ങിലേക്ക് പോകുക. സോ ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, ടീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Can you tell us about a time you had to adopt a new or different organizational culture? What are the main challenges and how did you navigate them? ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടീം, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കമ്പനിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക എൻ്റെ ടീമിനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ക്ലയൻറ്റ് പിന്നെയും വരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലയൻറ്റിനെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മളുടെ ഇപ്പോൾ എൻ്റെ കമ്പനിയിലെ ഓരോരുത്തരും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം ആ ഒരു ടീം സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ടീമായിട്ട് എടുക്കുന്ന കുറച്ച് ഡിസിഷൻസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇതുവരെ തെറ്റിപ്പോയിട്ടില്ല. ഇപ്പം നമ്മൾ ആ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് ആ ടീമിൽ നിന്നും ഔട്ട് എടുക്കുക, ആ ടീമിനെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയത് അതാണ്. ഇപ്പം ഒരു ക്ലയൻറ്റിന് വന്നിട്ട് ക്ലയൻറ്റ് നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു, ഓക്കെ, നമ്മൾ ആ ദേഷ്യം മുഴുവൻ നമ്മുടെ ടീമിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ആ ടീമിനെ നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല. അവരുടെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഇങ്ങനെയാണ് സംഭവം, ഓക്കെ, അത് ഇനി ചെയ്യാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. അവിടെ നിന്ന് നമുക്ക് അവരെ ബിൽഡ് ചെയ്ത്, സോ നമ്മളിപ്പം നിങ്ങൾക്കായാലും ഒരു മിസ്റ്റേക്ക് എന്നാണ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തു, അവിടെ ഫസ്റ്റ് എല്ലാം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ടീം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടീം സ്ട്രെങ്ത്, ആ നമ്മളിപ്പോൾ ഞാൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരിക്കട്ടെ, പക്ഷെ നമ്മുടെ ടീമിൽ ഒരാൾ അവിടെ അവൈലബിൾ ആണെങ്കിൽ ഏത് സൺഡേ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. Sir, what role do you believe an individual plays in shaping a team's culture? നമുക്കിപ്പോൾ നമ്മുടെ ടീമിൽ ഈഗോ ഉള്ളവരുണ്ടാവും, ഈഗോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പല വിശ്വാസങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ 5% എത്തിക്സ് മാത്രമേ പാടുള്ളൂ എന്നാണ് നമുക്ക് മെൻറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ടീമിനോട് പറയുമ്പോൾ ചിലർ ഓക്കെ പറയാറുണ്ട്, ചിലർക്കത് ഓക്കെ അല്ല. നമ്മളപ്പോൾ ആ മാർക്കറ്റിങ്ങിൽ ഇത്ര അധികം എത്തിക്സ് മതി എന്നുള്ള സംഭവം പറയാണ്ട് നമുക്കിങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, ഓക്കെ നീ ഇങ്ങനെ ചെയ്യും, ഓക്കെ. അപ്പോൾ അവൻ വേണം നമുക്ക് ചോദ്യം ചെയ്തേക്കാം. 5 പേരുണ്ട്, ചിലപ്പോൾ 2 പേര് ചോദ്യം ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? സോ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓക്കെ. അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ഈഗോ ഒന്നുമില്ല. അതായത് ഇപ്പം സ്വന്തം നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമില്ല, അത് മാറ്റിയിട്ട്, അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു, അതിനുശേഷം 5 പേരും പ്ലേസ്ഡായി, ഓക്കെ, പ്ലേസ്മെൻറ്റ് കിട്ടി, എല്ലാം സെറ്റായി. നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയായിരിക്കും, കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും? ആർക്കുള്ള ആൻസർ ചെയ്യാം? കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ കൂടെ ഒരാൾ ഓക്കെ അല്ല നിങ്ങളുടെ ടീമിൽ, ഓക്കെ, അപ്പോൾ നിങ്ങളതെങ്ങനെ ബിഹേവ് ചെയ്യും? അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്തായിരിക്കും? അതായത് നമ്മളുടെ കമ്പനിക്കാണ് അത് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ടാവും. അതായത് എല്ലാവരും ഒരു ഇപ്പം ഐക്യമത്യ മഹാബലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷനിലേക്ക് ഇപ്പം നിങ്ങൾ 5 ആൾ ഇപ്പം നമ്മുടെ ഓഫീസിൽ വന്നു, ഇപ്പോൾ ചിലപ്പം ഒരു ജില്ലക്കാരായിരിക്കാം, പല ജില്ലയിൽ നിന്ന് വരുന്നതാണ്, പല എഫേർട്ട് ഇട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, ഓക്കെ, ടൈമിൽ തന്നെ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ വർക്ക് ലൈഫിൽ നമ്മുടെ ടീമിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരെ കൊണ്ട് തന്നെ നമ്മളായിട്ട് ചെയ്യിക്കാണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സക്സസ്. So thank you, sir, for spending your valuable time to interact with us. It means a lot to us, all of you. So thank you. Best wishes. Thank you, sir.